തിരുപ്പതി 74, തിരുവനന്തപുരം 155. അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പൂവരി ഈസ് 25 കിലോമീറ്റർ. 40-45 കിലോമീറ്റർ ഈ റെഡ് സാൻഡാണ്. ഇത് നമ്മുടെ ഗൂഗിൾ സാറ്റലൈറ്റ് മാപ്പിൽ നോക്കുമ്പോൾ തന്നെ ചുമന്ന മണൽക്കൂനകളാണ്. പക്ഷെ അതിന് പ്രത്യേക വശ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഈ മഴ ചെറുതായിട്ട് പെയ്ത് ഉള്ളതിൽ ചെറിയ പച്ചപ്പും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു ഭയങ്കര ഫീല് തന്നെ ഉണ്ടോ. കൺസ്ട്രക്ഷനുകൾ നടക്കുന്നു. ഇതാ വലിയ ഗ്രൗണ്ട്. ദിസ് ലാൻഡ് ഈസ് ചേഞ്ചിങ്. ചുമന്ന ഭൂമിയിലെ ഈ ഒരു 50 കിലോമീറ്റർ എന്ന് പറയുന്നത് വെയിലിനും ചൂടിനും പ്രശസ്തമാണ് എന്നാ നാട്ടുകാർ തന്നെ പറഞ്ഞേ. ഇന്ന് നമ്മൾ ലക്കിയാണെന്നും അവരിലൊരാൾ പറഞ്ഞു. എന്നാ ചെറിയ ഷെയ്ഡുണ്ടെന്ന് മഴക്കാറിൻ്റെ. അപ്പോൾ ഒരു മൺസൂൺ പോലും നമുക്ക് അനുകൂലം, മൺസൂണല്ല സൈക്ലോൺ പോലും നമുക്ക് അനുകൂലമായി കുടന്ന് നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റിയലി ത്രിൽഡ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ എനിക്കൊരു ഭ്രാന്തമായി മാറുമോ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ നടക്കാൻ? പക്ഷെ എൻ്റെ ബന്ധു പിള്ളേർ തന്നെ ആയി. അമരാപുരം മുൾച്ചെടികൾ ഒരുക്കുന്ന തണൽ കൂടാരങ്ങൾ കണ്ടു. വീഡിയോ കാണുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണേ. ആ കാണുന്ന ആ കരിമനയ്ക്കും ആ പച്ചപ്പില്ലേ, അതിനപ്പുറം കടലാണ്. നമ്മൾ കടൽ തീരം വഴിയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് കടൽ കണ്ട് റൈഡ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ കലക്കിയാനിട്ടാ. ചുവന്ന ഭൂമി. ഇവിടെ എന്താണപ്പോൾ ഇതിനും വേണ്ട വലിയ മുള്ളുകാടിന് മുള്ളുവേലിയിട്ട് വെച്ചിരിക്കുന്നത്. റോഡ് കൺസ്ട്രക്ഷൻ ആണല്ലോ. വണക്കം. തൂത്തുക്കുടി കഴിഞ്ഞ് തിരുവനന്തപുരം കഴിഞ്ഞ് കന്യാകുമാരിക്ക് പോവാ. 60 കിലോമീറ്റർ കന്യാകുമാരി. ഇന്ന് കന്യാകുമാരി, നാളെ ട്രിവാൻഡ്രം, പിന്നെ അവിടുന്ന് തീരം വഴി അങ്ങനെ. belong to Department of Space ISRO. Oh, these properties belong to Department of Space ISRO. Government of India. Trespassers will be prosecuted. ഇതെന്താണ് ഈ മുഴുവൻ ഈ കമ്പ്യൂട്ടർ വെച്ചേക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ISROയുടെ ആണ് കേട്ടോ. ആണോ? കന്യാകുമാരി 64. അതെ, ചുമ്മാതല്ല കതച്ചത്. നല്ല ഒന്നാന്തരം ഒരു കയറ്റമാണ്. ഞാനോർത്ത് സൈക്കിളിന് എന്നാ പറ്റി, നീങ്ങുന്നില്ലല്ലോ, ടയർ പഞ്ചറായോ, ബ്രേക്ക് ജാമായോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായി നല്ല സൂപ്പർ കയറ്റം. അത് ഇങ്ങോട്ട് ഇറക്കം തുടങ്ങി. ഇത് പെരിയ തലൈ. കാറ്റ് പിടിച്ചിരിക്ക. പെരിയ തലൈ കടൽ പാക്കലാം. പക്ഷേ പോവല്ലേ. ഫിഷിംഗ് ബീച്ചസ് നോക്കില്ല. ഫിഷിംഗ് ഹാർബർ. പോണ വഴിയിലെ കൊഞ്ചം പാക്കലാന്ന് വെച്ചേ. കേരള എന്ന് പറയാ. ഇത് പെരിയ താളി. പെരിയ താളി.
கடற்கரை கிராமம். கடற்கரை கிராமம், சரி சரி. அப்புறம் ஊவரி வரல, அப்படி இல்லை, கூடுதால கூடுதால குட்டப்பனை ஓவரி இருந்தாரு. கன்னியாகுமரி. அதுக்கு முன்னாடி கூடங்குளம் இருக்கு இல்லையா? அதுக்கு முன்னாடி கூடங்குளம் இருக்கு. போனோம் நாங்கள் ஊரில் தொடுபுழா. தொடுபுழா ഇടുക്കിയിലെ எத்தனை நாள் ஆகிட்டு? இன்னைக்கு 8வது நாள். 8வது நாள் இன்னைக்கு. நீங்கள் 8வது நாள் பேலன்ஸ் அதெல்லாம் நம்ம ரெகுலர் பண்ண இல்ல கொஞ்சம் எல்லாம் இருக்கு இல்லையா? ശരി വരട്ടെ. താങ്ക് യു. വീണ്ടും നമ്മൾ മെയിൻ റോഡിലെ വന്നു. തൊപ്പുവിളൈ. നേരം വെളുത്ത് 11 മണിയായി. 2 ഉണ്ടംപൊരി തിന്നതേ ഉള്ളൂ, 2 ചായ. ഇതാ ഒരു ഹോട്ടൽ കണ്ടു. അപ്പൊ ദോശ ഉണ്ടെന്ന് പറഞ്ഞു, ദോശ കഴിക്കാം. ഇതാ ഇവിടെ നോക്കിയ കടലാ, അങ്ങനെ കടവാ. പുളിത്തോട്ടമാ. இந்த இடம்தான் குட்டம், KUTTAM குட்டம். கோவிலெல்லாம் இருக்க. കുട്ടം സ്കൂള്. ചുമന്ന വണ്ണാണ് ഇത്. വളം വല്ലതും ഉണ്ടോ? ഒരു തോമാച്ചായം കാണണ്ട. എല്ലാം ബ്ലാക്ക്. ഇതാ ബെന്നിവാഷിന്റെ ഫ്രണ്ട് ടയർ പിന്നെയും പഞ്ചർ. ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്ക് എക്സ്പെർട്ട് ആവുന്ന പറഞ്ഞ പഞ്ചറുകട ഇടാനായിട്ട്. കണ്ടിട്ട് ഇത് എവിടെ കൊടുത്താലോ ശരി. അപ്പോൾ 10-15 നാൾക്ക് അപ്പുറം ഞാൻ இந்த വീഡിയോ ഇതിലെ എന്നാ പറയണേ, ഫ്രണ്ട് ഒട്ടിച്ച് പോകാനായിട്ടല്ല പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബെന്നിവാഷിൻ്റെ ഇതേ ഇവിടെ അടുത്ത മുള്ള് കയറിയിരിക്കുന്നത്. അതായത് ഈ വഴിക്ക് വരുമ്പോൾ ഒരു കാരണവശാലും ടാർ റോഡിൽ നിന്ന് സൈഡിൽ ഇറക്കിയിട്ട് വെക്കരുത്. അപ്പോൾ ഈ പറഞ്ഞില്ലേ, നമ്മുടെ ഈ നാട്ടിൽ മുഴുവനുള്ള സാധനമാണ് മുള്ളെന്ന് പറയുന്ന ചെടി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പരിചയപ്പെടുത്തിയതാണ്. അതിൻ്റെ നീഡിലെന്ന് പറഞ്ഞാൽ എപ്പോൾ കയറിയെന്ന് ചോദിച്ചാൽ മതി. ഇത് ഇവിടെ ഒരെണ്ണം തുറന്നിരിക്കുമായിരുന്നു. ഇനി ഇത് ഒട്ടിക്കണം. ശരി വരെ എല്ലാവരും. ഓക്കെ. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ. ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ശരി. இங்கே வந்தப்போது புதிய ஃப்ரெண்டை புதுசாக சப்ஸ்கிரைப் பண்ணிட்டேன். ബെന്നിവാഷിൻ്റെ മുഖമൊക്കെ ചുമന്നു. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കാണുന്ന പോലെ അല്ല. അപ്പം അത് പണിത് ISR അവിടെ അല്ലേ? കുളച്ചില്. அதுக்கப்புறம்
குலசேகரப்பட்டினத்தை வந்து மற்ற இந்த சூப்பரா இருக்கும். எலக்ட்ரிக் இது பவர் தெர்மல் பிளான்ட் அது வந்து கூடங்குளம் வந்து அனல்மெண்ட்ஸ் சூப்பராக இருக்கும். ஓரின்னு சுயம்பலிங்க சாமி கோயில். இது வந்து சுயமா உருவானது. ரொம்ப டூரிஸ்ட் பிளேஸ் ஆகிடும், ஒரு டவுட்டும் இல்லை. 108 அடி உயரம். 108 அடி. அப்படி பண்ணுவேன். சரி சரி. நீ திருச்செந்தூர் கோயில மீது இது டெவலப் ஆயிருக்கு. நல்ல திருச்செந்தூர் சூப்பர் டெவலப். இது திருச்செந்தூர் எல்லாம் ஒர்க் பண்ணிட்டே இருப்பேன். இந்த ஃபேஸ் எல்லாமே ஒர்க் பண்ணிருப்பேன். மதுரையும் அப்படி தானே எந்த பண்ணிட்டே இருப்பேன். எல்லாம் கவர் பண்ணி வச்சிருக்கேன். இது வந்து சுயமா பூமியில இருந்து உருவான சாமி. பூமியில வந்து இது அதனால யாரும் வந்து சிலையை வந்து வைக்கல. പോസ്റ്റെല്ലാം ഇരിക്കേ. ഉവരി കിടപ്പുറത്തെ മീനും കൂട്ടിയാണ് ഞങ്ങൾ ഊണ്. വലത് സൈഡിൽ കശുമാവിൻ തോട്ടം, ഇടത് സൈഡിൽ കാണുന്നത് എന്നാണെന്നറിയാമോ? മുരിങ്ങത്തോട്ടം. മുരിങ്ങ മായ്യോ, മേഘം കയറിയില്ലെങ്കിൽ നമ്മൾ തല ഇറങ്ങി വീണു പോകും. ഓ, എക്സ്ട്രാ ഹോട്ട്. அது என்னது? அதா ஈஸியாக ஏற்ற எல்லாம் ஈஸியாக போகும். சரி வேண்டாம். മുരിങ്ങത്തോട്ടം, മുരിങ്ങ. നല്ല ക്ലാസിക് തെങ്ങും തോട്ടം, തെങ്ങ്, മാവ് എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. ആ പറമ്പിൻ്റെയൊക്കെ അങ്ങേ ലെഫ്റ്റ് സൈഡ് അതിൽ ഇതായിരിക്കും കടൽ. നമ്മൾ കടലിൻ്റെ തീരത്തൂടെ തന്നെയാണ് പോകുന്നത്. ഈ തെങ്ങിൻ്റെയൊക്കെ കടലിൻ്റെ അപ്പുറത്തോടെ മുഴുവൻ കടലാണ്. ഭീമൻ പങ്ക. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ വേറെ രസമുണ്ട്. അതായത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളെ ഞാൻ ഇങ്ങോട്ട് തുടക്കത്തിൽ വന്ന ഏതോ വീഡിയോയിൽ പറഞ്ഞ പോലെ പൂർവ്വദേശത്ത് നിന്നും പശ്ചിമത്തിലേക്ക് നോക്കിയാലാണല്ലോ പശ്ചിമഘട്ടം പശ്ചിമത്തിൽ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ചുകൂടെ കാണാം. ഇവിടെ റിവർ ഉണ്ടെന്ന് മനസ്സിലായി. നമ്പ്യാരെന്നാണ് റിവറിൻ്റെ പേരെന്ന് മനസ്സിലായി. റിവർ നമ്പ്യാർ റിവറിൻ്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ നമ്മുടെ ഭീമാകാരന്മാരാണേ. നോക്കി, എന്ത് സാധനം. അവാദ് ഇൻ്റർനാഷണൽ സ്കൂൾ. ഡെക്കാത്തലൻ്റെ ഹൈഡ്രേഷൻ പൗഡറാ. കൊള്ളാട്ടോ, സൂപ്പറാ. ഒരു ദിവസം 2 പാക്കറ്റ് വേണ്ടി വരും. ഇത്ര മേടിച്ചോണ്ടാണ് പോകുന്നത്. കഴിയുമായിരിക്കും, ഇല്ലെങ്കിൽ കേരളം കയറുമ്പോൾ മേടിക്കാമല്ലോ. കുലുക്കി സർബത്ത്. ദിമാഷ് പിന്നാടെ ഇരിക്കുന്നില്ല. രണ്ട് താഴികക്കുടങ്ങൾ കാണാവോ? അതാണ് കൂടംകുളം ആണവ വൈദ്യുത നിലയം. അവിടെ ചെല്ലുമ്പോൾ ഇതിന് അത്ര വിസിബിലിറ്റി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചി ടു ധനുഷ്കോടി, അപ്പുറം ധനുഷ്കോടിയിൽ നിന്ന് കൊച്ചി. ഫുൾ സൈക്കിളിംഗ്.
Thank you. channel name? ஆமாம், சேனல் நேமா Ah. சக்கரம் பினோய்ஸ் ட்ராவல் டயரி பின்னாடி படுத்து அது. ജൗൾ കൂടംകുളം ആണവ നിലയത്തിൻ്റെ ഫ്രണ്ടേജ്. ഓക്കെ, കണക്കോ அதுக்குமா ശരി ശരി. பவர் ரியாக்டர் தானே? அது பார்க்க முடியாத அங்கே ரொம்ப டிஸ்டன்ஸ். எப்படிங்க? என்ன ரீசன்? ரீசன் ஒன்றும் இல்லை, நாங்கள் டெய்லி சைக்கிள் பண்ண வர ஒரு ஆனுவல் டூர் அவ்வளோதான். ஒரு 15 days டூர். நான் வந்து கொச்சி டு மூணார், மதுரை, தனுஷ்கோடி, திருச்செந்தூர், இந்த ஓரமாக வந்து கன்னியாகுமரி, ട്രിവാൻഡ്രം, ആലപ്പി, കൊച്ചി அப்படி பார்த்தேன். ഇത് കൂടംകുളം ന്യൂക്ലിയർ പവർ റിയാക്ടറിൻ്റെ ഫ്രണ്ടിൽ കേട്ടോ. ഇത് അടുത്ത അതിൻ്റെ അയൽക്കത്തേക്ക് പോകാൻ പറ്റില്ല, അറിയാലോ, ന്യൂക്ലിയർ അല്ലേ. നമ്മൾ അങ്ങന്ന് വന്നപ്പോൾ ഒരു ഡൂമൊക്കെ കണ്ടിരുന്നു. ഇതിൻ്റെ അകത്തോടെ അങ്ങ് പോകണം, നല്ല ദൂരമുണ്ട്, ശരിക്കും ഒരുപാട് ദൂരമുണ്ട്. ഇന്നത്തെ ആ സീരീസ് ഓഫ് പഞ്ചറുകൾ നമ്മുടെ ടൈം പ്ലാനിങ്ങിന് അല്പം തെറ്റിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇനി 18 kilometer ഉണ്ട് പട്ടക്കോട്ടയ്ക്ക്. ഇപ്പോൾ സമയം 4:16. 5 മണിക്ക് ക്ലോസ് ചെയ്യും. അതൊക്കെ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെയാണ്. അതുകൊണ്ട് ഒരു കരുണയും പ്രതീക്ഷിക്കേണ്ട 5 മണി കഴിഞ്ഞാൽ. എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാണ്, എത്താൻ പറ്റുമോ. പക്ഷേ 8 ദിവസത്തെ റൈഡിൻ്റെ ഇടയ്ക്ക് ഏറ്റവും സ്ട്രെയിൻഫുള്ളായിട്ട് സ്പീഡിൽ റൈഡ് ചെയ്യുന്നത് ഇപ്പോഴായിരിക്കും. ഞാൻ കുറേ നേരം മുമ്പ് പറഞ്ഞില്ലേ, പശ്ചിമഘട്ടങ്ങളെ പൂർവ്വത്തിൽ നിന്നും പശ്ചിമത്തിലോട്ട് നോക്കി കാണാമെന്ന് പറഞ്ഞില്ലേ. മറ്റൊരു ഓർമ്മ പറയാനുള്ളത്, നമ്മുടെ തെന്മല കുറ്റാലം, അവിടെ നിന്ന് തൊട്ട് ആ മലയുടെ ചോടുകളിലുള്ള ഗ്രാമങ്ങളിലൂടെ തന്നെ ഓഫ് റോഡുകളിലൂടെ ഞാൻ കാർ ഓടിച്ച് കന്യാകുമാരിക്ക് വന്നിട്ടുണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്. എനിക്ക് ഫോട്ടോസ്, സ്റ്റിൽ ഫോട്ടോസ് എൻ്റെ കയ്യിൽ ധാരാളമുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാമങ്ങളിലൂടെ തന്നെ. ആടുകൾ, ഇടയന്മാർ, അഞ്ചുവിള ടൗൺഷിപ്പ്, അഞ്ചുവിള ഗ്രാമം. டிக்கெட் இருக்கா அங்கேயா? ஓகே ஓகே, பார்க்கணுமா உங்களை? ഇതാണ് വട്ടക്കോട്ട. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കയ്യിലുണ്ടായ സാധനമാണ്. തമിഴ്നാടിൻ്റെ മണ്ണിലാണ് ഇരിക്കുന്നതെങ്കിലും ഇപ്പോഴും നമ്മുടെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്താണ്, നമ്മൾ ചവിട്ടി പറന്ന് ചങ്ക് പറിച്ചിട്ടാണെങ്കിലും ഇവിടെ നിന്ന് ക്ലോസിങ്ങിന് മുമ്പൊന്ന് എത്തി ഓടി ഇറന്ന് കാണാം. ഓക്കെ, അതിമനോഹരമാണ് ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ.
ആഹാ, കന്യാകുമാരി എടുക്കാറാകുമ്പോഴത്തേക്കും മനോഹരമായൊരു ലേക്ക് കേട്ടോ, കൊള്ളാം. கடலில் குளிக்கவோ இறங்கவோ கூடாது. ഇടയ്ക്കൂടെ ഇങ്ങനെ പോവുക ജസ്റ്റ്. സാധനങ്ങൾ ഇരിക്കണ കണ്ട അങ്ങനെ ഞങ്ങൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വന്നിരിക്കുകയാണ്. കന്യാകുമാരി 8ാമത്തെ ദിവസം. ഓക്കെ, ഇതിൽ മൂന്നാർ, മധുര, രാമേശ്വരം, ധനുഷ്കോടി, തിരുച്ചെന്തൂർ, തൂത്തുക്കുടി, കൂടംകുളം, കന്യാകുമാരി. ഞങ്ങളിവിടെ വന്നപ്പോഴത്തെ സൂര്യൻ അങ്ങ് കടലിനകത്ത് മുങ്ങിപ്പോയി, രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ സന്തോഷം. എന്താ കണ്ടില്ലേ കന്യാകുമാരിയുടെ ഐക്കണുകൾ. യെസ്, ഇനി ഇവിടെ നിന്നുകൊണ്ട് ഇന്ത്യയുടെ വടക്കേ അറ്റം വരെ ഞാനും ബെന്നിമാഷും സൈക്കിളിൽ എത്തിപ്പെടുന്ന ഒരു സ്വപ്നം ചെറുതായിട്ടൊന്ന് കാണാമല്ലേ? അതിന് കുഴപ്പമില്ലല്ലോ. അതിലങ്ങ് കിഴക്കേ അറ്റത്തും കുഴപ്പമുണ്ടോ? യെസ്, ഇത്രയും ചെയ്ത നിലയ്ക്ക് ഞങ്ങളുടെ ചിലതൊക്കെ തിളച്ച് വരണുണ്ട് മക്കളെ. ചിലപ്പോൾ അത് സംഭവിച്ചെന്ന് വരും കേട്ടോ.